അച്ഛന്മാർ ഇന്നലെ നമ്മൾ മധ്യപ്രദേശിലായിരുന്നു. മധ്യപ്രദേശിൽ യാത്ര ചെയ്ത് ഛത്തീസ്ഗഡ് പഞ്ചാബ് വഴി കയറി. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരെ ജമ്മുവിലേക്കുള്ള യാത്രയാണ്. 450 കിലോമീറ്റർ ഉള്ളൂ. നേരെ നമ്മൾ വൈകുന്നേരം നമ്മൾ ജമ്മുവിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങി. ലോങ് ആയിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ കൊടുത്തില്ല. നമ്മൾ പഞ്ചാബിലുള്ള ചെറിയൊരു പൈസയിലുള്ള ചായക്കടയാണ്. ചായക്ക് 15 രൂപ മാത്രമേ മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയാം, നമുക്ക് നമുക്ക് ചപ്പാത്തി 4 ചപ്പാത്തി ഉണ്ടാക്കി തരാം. 4 ചപ്പാത്തി ഉണ്ടാക്കേണ്ടേക്ക് വേണം. 4 പൊറോട്ട. ഇതെന്നെ സംഭവം തന്നെ. ഇത് ഈ പുഴുങ്ങിയിട്ട് അതിങ്ങനെ തോല് കളഞ്ഞിട്ട് അതിങ്ങനെ ഉടയ്ക്കും. അതിനകത്തോട്ട് ഇതിന് പ്യാസ് മറ്റേ സവോള അരിഞ്ഞിട്ട് സവോളയും ഇവിടെ വയ്ക്കുന്നുണ്ട്. സവോളയും കൂടെ അരിഞ്ഞിട്ടിട്ട് അത് ഈ ഗോതമ്പിലേക്ക് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. ഇത് ദഹി, തൈര്, ഇത് സബ്ജി, പച്ചക്കറി കറി, നമ്മുടെ മറ്റേ കിഴങ്ങറി എന്നൊക്കെ പറയും. അതും കൂടെ സാധനം കേട്ടോ, മൂന്ന് സാധനം. നമ്മളിപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് പഞ്ചാബ് പോയിട്ട് കഴിഞ്ഞാൽ പഞ്ചാബിലേക്ക് കയറി ഓൾറെഡി. അപ്പം നമ്മൾ നാസ്ത കഴിക്കാൻ വേണ്ടി വെക്കുക. ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദി പറയുമ്പോൾ ഇവർക്ക് പഞ്ചാബിയാണ് കൂടുതൽ വർത്താനം പറഞ്ഞത് സംസാരിക്കും. നമ്മൾ ഹിന്ദി പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. കുറച്ച് വടിച്ചു നീട്ടിയൊക്കെ പറഞ്ഞാൽ മതി. സംഭവം വിളിക്കാൻ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ജമ്മുവിലേക്കുള്ള ബോർഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. ജമ്മുവിലേക്ക് 146, പത്താങ്കോട്ട് 36, ശ്രീനഗർ. ബാക്കി വീഡിയോ കണ്ടു. മച്ചന്മാരെ, നമ്മൾ കാശ്മീർ ജമ്മുവിൽ കയറി ജമ്മു കാശ്മീരിലേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ ഒരു വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുക. കാടും മലയും പുഴയും ജമ്മു കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഛത്തീസ്ഗഡിൽ നിന്ന് 2 സ്ത്രീകന്മാർ ഹിമാലയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകണ്ട പറമ്പിച്ചു. കാശ്മീർ യാത്രയുടെ 7ാമത്തെ ദിവസം രാവിലെ 9 മണിക്ക് ആഗ്രയിൽ നിന്നും പുറപ്പെട്ട് പഞ്ചാബും അംബാലയും പത്താങ്കോട്ടും കടന്ന് ജമ്മുവും കടന്ന് കാശ്മീരിലേക്കുള്ള യാത്ര. ഇപ്പോൾ സമയം 8 മണി. ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ കാശ്മീരിൽ എത്തിച്ചേരുന്നു.